ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ ട്രേഡർ പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 9 ആണ്. അപ്പോൾ വീഡിയോ 1, 2, 3, 4, 5, 6, 7, 8 ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് സിമ്പിളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ള എൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സീരീസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി പറയാം. അതായത് നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ്ങോ ഷോർട്ട് ടൈം ട്രേഡിങ്ങോ BTSTയോ ഏത് ട്രേഡിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആദ്യം സ്വിംഗ് ട്രേഡിങ് പഠിക്കണം. എന്നിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രൈസ് പോയിന്റ് നിങ്ങൾ ഇൻട്രാഡേ ഷോർട്ട് ടൈം ട്രേഡിങ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. നിങ്ങൾ പോയ ഒരു വഴിയിൽ കൂടെ, നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാനും പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ലോസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. റീക്യാപ്പ് ഞാൻ വീണ്ടും ചെയ്യണം എന്താണ്, കാരണം അങ്ങനെ വന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ ഒരു കൺസെപ്റ്റ് കിട്ടുള്ളൂ. അതായത് മന്ത്ലി ചാർട്ടിൽ നമ്മൾ ട്രെൻഡ് ലൈൻ മനസ്സിലാക്കി വീഡിയോ 3, വീക്ക്ലി ചാർട്ടിൽ പാറ്റേൺ വീഡിയോ 4 മനസ്സിലാക്കി, ട്രേഡിങ്ങിൻ്റെ മനോഹരമായ സൈക്കോളജി, ആ സൈക്കോളജി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല. പിന്നെ സൂം ഇൻ സൂം ഔട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 in മന്ത്ര അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രേഡിംഗ് കൺസെപ്റ്റ് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് കൺസെപ്റ്റിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് അമ്മയും കുഞ്ഞും പരൽമീനും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനത്തെ ഒരു പേരിട്ടിരിക്കുന്നത്? കാരണം സിമ്പിളാണ്, നമുക്ക് കാര്യങ്ങൾ വർക്കാവണം, അത് ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ആൾക്കാർ പൈസ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത് പേരും ഇടും. ഓക്കെ, അപ്പോൾ അമ്മയും കുഞ്ഞും പരൽമീനിലും പറയുന്നതിന് മുന്നേ അതിൻ്റെ ഒരു കൺസെപ്റ്റ് വന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മൾ ട്രേഡിങ്ങിൽ ചാർട്ട് എടുത്ത് നോക്കിക്കോ. ഇതൊരു 5 minute ചാർട്ടാണ്. നമ്മളൊരു സ്റ്റോക്ക് മൂവ് ചെയ്യണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് എപ്പോഴും ഒരു ചെറിയ ട്രെൻഡിൽ കൂടെ ആയിരിക്കും. ആദ്യം ഒരു സ്റ്റോക്ക് താഴേക്കോ എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രെൻഡിൽ കൂടി ഇങ്ങനെ പോകും. അതിൽ നിന്ന് ശേഷം ആ ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്താവും, വീണ്ടും ഒരു ട്രെൻഡ് ഉണ്ടാക്കും. ആ ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്താവും, വീണ്ടും ഒരു ട്രെൻഡ് ഉണ്ടാക്കും. അങ്ങനെ കുഞ്ഞു ട്രെൻഡുകൾ ചേർന്നിട്ട് എന്താവും, ഒരു മീഡിയം ട്രെൻഡ് ആവും. ഓക്കെ, ആ ഒരു മീഡിയം ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്താവും, വീണ്ടും ഇതുപോലെ തന്നെ ചെറിയ ട്രെൻഡുകൾ ഉണ്ടാക്കും, വീണ്ടും ഒരു ചെറിയ ട്രെൻഡിൽ ഉണ്ടാക്കും, വീണ്ടും ചെറിയ ട്രെൻഡിൽ ഉണ്ടാക്കും, വീണ്ടും ചെറുതുണ്ടാക്കും, വീണ്ടും ചെറുതുണ്ടാക്കും. ഈ ചെറിയ ട്രെൻഡുകൾ ചേർന്നിട്ട് എന്താവും, അടുത്ത മീഡിയം ട്രെൻഡ് ഉണ്ടാവും. അപ്പം എന്താണ് മനസ്സിലാക്കുന്നത്, അതായത് സ്റ്റോക്കുകൾ ചാർട്ടിൽ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ കുഞ്ഞു ട്രെൻഡുകൾ ഉണ്ടായി, ആ കുഞ്ഞു ട്രെൻഡിൽ നിന്ന് വലിയൊരു മീഡിയം ട്രെൻഡ് ഉണ്ടായി, ആ ഒരു മീഡിയം ട്രെൻഡിൽ നിന്ന് ലാർജ് ട്രെൻഡ്, അതിനേക്കാളും വലുത്, അങ്ങനെയാണ് സ്റ്റോക്കിൽ ചാർട്ട് ഉണ്ടാകും, സ്റ്റോക്ക് മൂവ് ചെയ്യണം. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ ഈ അമ്മയാകുന്ന ഈ വലിയ ട്രെൻഡുകൾ കണ്ടുപിടിച്ചിട്ട് ആ അമ്മയുടെ കൂടെയുള്ള ആരോഗ്യമുള്ള ഈ ചെറിയ ട്രെൻഡ്, അതായത് ഞാൻ കുഞ്ഞെന്ന് പറയുന്നത്, അതിൻ്റെ മുകളിൽ പണം നിക്ഷേപിക്കണം. അതാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള കൺസെപ്റ്റും ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഞാനതൊരു ഗ്രാഫിക്കായിട്ട് കാണിക്കണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു അമ്മയുടെ കൂടെ ഒരു ചെറിയ കുഞ്ഞ്, അതായത് അമ്മയാകുന്ന വലിയ ട്രെൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇതിനു മുന്നത്തെ വീഡിയോകളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കുഞ്ഞ് ട്രെൻഡ് കണ്ടുപിടിച്ചിട്ട് അതിൽ പണം നിക്ഷേപിക്കണം. അതിൻ്റെ ഒപ്പം ഷാർപ്പ് എൻട്രിക്ക് വേണ്ടിയിട്ട് പരൽമീനിന് ഞാൻ പേര് കൊടുത്തു. ഷാർപ്പ് എൻട്രിക്ക് അതും യൂസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം പിച്ചക്കാരൻ സീരിയസ് വീഡിയോ 5 പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലോസ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യണം നമ്മളൊരു കൺസെപ്റ്റാണ് പിച്ചക്കാരൻ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ്, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാതെ ഇരിക്കാൻ പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യം അമ്മയും കുഞ്ഞിൻ്റെ പല ടൈപ്പുകൾ നോക്കാം. പിന്നെ കറക്റ്റ് ടൈമിലുള്ള എൻട്രിക്ക് പരൽമീൻ യൂസ് ചെയ്യണം. പക്ഷേ ആദ്യം അമ്മയും കുഞ്ഞും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പരൽമീനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ ട്രേഡിംഗ് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ 3 വീഡിയോ 3 ഞാൻ മന്ത്ലി ചാർട്ടിലൊക്കെ എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ കുറേ സ്റ്റോക്കുകൾ 10-86 സ്റ്റോക്കുകളുടെയൊക്കെ ഒരു PDF ഒക്കെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്തവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ സ്റ്റോക്ക് മൂവ് ചെയ്യാം നോക്കി, ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോക്ക് മേലേക്ക് മൂവ് ചെയ്തു. ഇങ്ങനെ മൂവ്മെൻറ്റ് നിങ്ങൾ കാണാറില്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കണം? എങ്ങനെയാണ്, താഴെ ഒരു വര വരച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ട്രെൻഡ് കണ്ടുപിടിക്കും. അപ്പ് ട്രെൻഡ്. അതേപോലെ സ്റ്റോക്ക് അപ്പ് ഡൗൺ എന്നാണ് മൂവ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിന് വരയ്ക്കുമ്പോൾ എന്താണ്, നമുക്ക് താഴേക്ക് ട്രെൻഡ് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ട്രെൻഡ് അല്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മളെങ്ങനെയാണ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം, ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ഇത് ഏറ്റവും ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വീഡിയോ കൺസെപ്റ്റ് 3 ഞാൻ വരയ്ക്കാൻ പഠിപ്പിച്ചതാണ്. ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ നമ്മളൊരു മന്ത്ലി ചാർട്ട് എടുത്തു നോക്കി. ഒരു മന്ത്ലി ചാർട്ടിൽ സ്റ്റോക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് എന്താണ്, മേലോട്ട് അങ്ങോട്ട് മൂവ് ചെയ്തു, ശരിയല്ലേ? മൂവ് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു, വീണ്ടും നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റും തമ്മിൽ എന്താണ് കൂട്ടിയിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. നേരത്തെ ട്രെൻഡ് വരച്ച പോലെ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ഒരു 2 പോയിന്റും കിട്ടിക്കഴിയുമ്പോൾ
നമുക്ക് എന്താണ് ഈ ഒരു മഞ്ഞ ലൈൻ നമുക്ക് എന്താണ് ഒന്നുകൂടി ഒന്ന് നീട്ടി വരയ്ക്കാം അല്ലേ. ഒന്ന് ഇങ്ങോട്ട് നീട്ടി ഞാൻ വരച്ചു കണ്ടോ. നീട്ടി വരച്ചപ്പോൾ എനിക്ക് എന്താണ് ഈ സ്റ്റോക്ക് ഇവിടേക്ക് വന്നപ്പോൾ എന്താണ് എനിക്ക് ഇവിടെ ഒരു പോയിന്റും കിട്ടി, ഇവിടെ ഒരു പോയിന്റും കിട്ടി. അപ്പോൾ ഈ 2 വരയും വെച്ചിട്ട് നമ്മൾ വരച്ചിട്ട് അത് നീട്ടി വരയ്ക്കണം ചെയ്തത്. അപ്പോൾ ഈ പച്ചയിൽ കിട്ടുന്ന ഈ 2 പോയിന്റും ഫ്യൂച്ചറാണ്, നമുക്കറിയില്ല അത് വരുന്ന കാര്യം. അപ്പോൾ ഇത് തന്നെ ഇപ്പം ഞാൻ ഈ വരച്ചതൊക്കെ മന്ത്ലി ചാർട്ടിലാണ്. ഈ മന്ത്ലി ചാർട്ട് ഈ വരച്ച ഈ സാധനം തന്നെ ഞാൻ എന്ത് ചെയ്യും, ഡെയിലി ചാർട്ടിലേക്ക് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതേ സെയിം ചാർട്ടാണ്, ഇത് മന്ത്ലി ചാർട്ട് പകരം ഞാൻ ഡെയിലി ചാർട്ടാക്കി. ഡെയിലി ചാർട്ടാക്കിയപ്പോൾ നേരത്തെ കണ്ട പോയിന്റ് ഇതാണ്, രണ്ടാമത് കിട്ടിയ പോയിന്റ് ഇതാണ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഫ്യൂച്ചറിലെ പോയിന്റ്. അപ്പോൾ ഈ ഫ്യൂച്ചറിലുള്ള പോയിന്റിൻ്റെ ഏരിയ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, സൂം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആ സൂം ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇങ്ങനെ. ആ സൂം ചെയ്തപ്പോൾ കിട്ടിയപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് ഇത്, സെക്കൻഡ് പോയിന്റ് ഇത്. അപ്പോൾ ആ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഫ്യൂച്ചർ ലൈനിൻ്റെ ഇവിടെ വരുന്നിടത്ത് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ ഈ 2 സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി, എന്തെങ്കിലും ഒരു പ്രത്യേകതയോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതേ കണ്ടോ, ആ ഒരു ലൈനിൻ്റെ അവിടെ കണ്ടോ ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ടോ? നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചെടുക്കാൻ പറ്റും, ചെറിയൊരു ട്രെൻഡ് ലൈൻ. അതേപോലെ ഇവിടെ ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്, അമ്മയാകുന്ന വലിയ ട്രെൻഡ് കണ്ടുപിടിച്ച് അമ്മയുടെ കൂടെയുള്ള ആരോഗ്യമുള്ള ട്രെൻഡിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്നത്. ആരോഗ്യമുള്ള ട്രെൻഡ് എവിടെയാണ് വരാം, നമ്മളുടെ കറക്റ്റ് പോയിന്റ് അമ്മയാകുന്ന ട്രെൻഡിലെ വലിയ നല്ല ഏരിയയിൽ വരുന്നിടത്ത് ട്രെൻഡ് ലൈൻ വരുമ്പോൾ അതിന് നല്ല പവർഫുൾ ആയിരിക്കും. അവിടെ നിന്ന് ആ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുത്തൂടെ? ഇതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുത്തൂടെ? ഇവിടെ എൻട്രി എടുക്കണമെങ്കിൽ ആ സ്റ്റോക്ക് എന്തിനാ നല്ല രീതിയിൽ മൂവ് ചെയ്തു, രണ്ടാമത് വീണ്ടും ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിലും ട്രേഡ് എടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ മെത്തേഡ്? അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഫസ്റ്റത്തെ ഒരു മെത്തേഡുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, അമ്മയാകുന്ന വലിയ ട്രെൻഡ് കണ്ടുപിടിച്ച് അമ്മയുടെ കൂടെയുള്ള ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ മുകളിൽ പണം നിക്ഷേപിക്കണമെന്ന് ഞാൻ പറയണില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പഠിപ്പിച്ചതൊക്കെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അമ്മയാകുന്ന വലിയ ട്രെൻഡ് കണ്ടുപിടിക്കാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കാനാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇത് ചെയ്താന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നമ്പർ 2. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വന്നു, മന്ത്ലി ചാർട്ട് തന്നെയാണേ. ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അതിനുശേഷം സ്റ്റോക്ക് മൂവ് ചെയ്തു, താഴേക്ക് വന്നു, നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. വീണ്ടും സ്റ്റോക്ക് ഇവിടെ നിന്ന് മേലേക്ക് മൂവ് ചെയ്തു, താഴേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ 3 പോയിന്റും കൂടി കൂട്ടിച്ചേർത്തിട്ട് എന്താണ് നമുക്കൊരു വര വരയ്ക്കാൻ പറ്റും. കണ്ടില്ലേ? ഇത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇതൊന്നും അങ്ങോട്ട് നീട്ടി വരച്ചുകൂടെ? ഇതിങ്ങോട്ട് നീട്ടി വരയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. എന്താണ് ഈ ഒരു പോയിന്റ് ഫ്യൂച്ചറിലുള്ളതാണ്, ഈ ഒരു പോയിന്റ് നമ്മൾ ഫ്യൂച്ചറിലാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾക്ക് ഭാവിയിൽ കിട്ടുന്നതാണ്, ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോണത്. അപ്പോൾ അതന്നെ സെയിം ചാർട്ട് തന്നെ മന്ത്ലി ചാർട്ടിലുള്ളത് ഞാൻ ഡെയിലി ചാർട്ടിലാക്കി. അപ്പോൾ ഡെയിലി ചാർട്ടിലാക്കുമ്പോൾ കുറച്ചും കൂടി വലിയ കുറേ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, അവിടെ നിന്ന് നമുക്ക് 2 ഫ്യൂച്ചറിലുള്ള പോയിന്റ് കിട്ടി. നമ്മൾ അവിടെ എന്ത് ചെയ്തു, സൂം ഇൻ ചെയ്ത് നോക്കാം. ഇത് ഭാവിയിലുള്ളതാണ്, ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നു. അപ്പോൾ ആ സൂം ഇൻ ചെയ്തോടത്ത് എന്താണ്, ഇവിടെ 2 ലൈൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നല്ല ഏരിയാസ് കിട്ടിയത്. അതായത് സ്റ്റോക്ക് വീണ്ടും രണ്ടാമത് ആ മെയിൻ ലൈനിൻ്റെ അവിടെ മുട്ടിയിട്ട് അവിടേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടാൻ പോണത്? കണ്ടോ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയില്ലേ? അതേപോലെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടില്ല. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിന് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുത്തൂടെ? അതേപോലെ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുത്തൂടെ? അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വർക്കാവാനുള്ള കാരണം എന്താണ്? ഇത് മെയിൻ പവർഫുൾ ട്രെൻഡ് ലൈനിൻ്റെ പ്രോപ്പർ ഏരിയയിലാണ്, അതുകൊണ്ടാണ് വർക്ക് ചെയ്തത്. ഇതല്ലാണ്ട് വേറെ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രെൻഡ് ലൈൻ കിട്ടും, വർക്കാവില്ല. അതെന്താ കാരണം? അത് പ്രോപ്പർ ഏരിയയിലല്ല. അതായത് ഈ പ്രൈസ് നല്ല പ്രൈസാണ് ഫ്രണ്ട്സ്. ഞാൻ ആദ്യമേ പറയില്ലേ, കറക്റ്റ് നല്ല പ്രൈസാണ്, ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണെങ്കിലും നല്ല പ്രൈസാണ്. അപ്പോൾ അവിടെ ഉള്ള ട്രെൻഡ് ലൈൻ വർക്കാവും. അല്ലാണ്ട് കണ്ടോടത്ത് തോന്നി നമ്മൾ വെറുതെ തോന്നിയ പോലെ വരച്ചിട്ട് വർക്ക് ചെയ്തതിന് വർക്കാവില്ല. ആ സ്റ്റോക്കിൻ്റെ പൾസ് അറിയണം, ഹിസ്റ്ററി അറിയണം, അതിൻ്റെ കറക്റ്റ് വില അറിയണം, ഡിസ്കൗണ്ട് അറിയണം, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അത് വരയ്ക്കാനും പഠിക്കാനും അത് നോക്കിയിട്ട് ക്ഷമയോടെ ട്രേഡ് ചെയ്യാനും കഴിവുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം. മനസ്സിലായോ? അതിന് ക്ഷമയുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യണം മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുത്തൂടെ? യെസ്, എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തിട്ട് നമുക്ക് എൻട്രി എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതെനിക്കിങ്ങനെ പുതിയ വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരുപാട് മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. ഇനി അടുത്ത എക്സാമ്പിൾ നമ്പർ 3 സെയിം. ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. 3 പോയിന്റ് ഞാൻ കൂട്ടി മുട്ടിച്ചു, വരച്ചു, മഞ്ഞളയും വരച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് നീട്ടി അങ്ങോട്ട് വരച്ചു. നീട്ടി വരച്ചപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഈ ഒരു പോയിന്റ് കിട്ടുമ്പോൾ എന്താണ്, ഈ പോയിന്റിൽ നമുക്ക് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്തുമ്പോൾ എന്താണ് സംഭവിക്കുക? ഞാനിപ്പോൾ ഇത് നേരെ മന്ത്ലി ചാർട്ടിൽ നിന്ന് ഡെയിലി ചാർട്ടിലേക്ക് പോയി. സൂം ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചൂടെ? അതായത്
ഈ സ്റ്റോക്ക് മേലേക്ക് വന്നു, ഇവിടെ മുട്ടി, താഴേക്ക് വന്നു, മേലേക്ക് വന്നു, മുട്ടി, താഴേക്ക് വന്നു, മുട്ടി, നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടി. ആ ട്രെൻഡ് ലൈനിൽ നിന്ന് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് എടുത്തൂടെ? ട്രേഡ് എടുത്തതിന് നമുക്ക് ഈ സ്റ്റോക്ക് മൂവ്മെൻറ്റ് കിട്ടും. കാരണം ഈ ഒരു ഏരിയ ഡിസ്കൗണ്ടർ പ്രൈസാണ്, നല്ല പ്രൈസാണ് നമുക്കറിയാം. അതെങ്ങനെ കിട്ടി? മന്ത്ലി ചാർട്ടിൽ നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാക്കി അങ്ങനെ ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ തന്നെ ട്രെൻഡ് ലൈൻ വരയ്ക്കണമെന്നില്ലല്ലോ, ഞാനിപ്പോൾ തെറ്റി വരയ്ക്കുള്ളൂ, എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. ഇപ്പം നിങ്ങൾ ട്രെൻഡ് ലൈൻ ചിലപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വരച്ചാലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുത്തൂടെ? കാരണം ഈ ട്രെൻഡ് ലൈനുകൾ ഈ ഒരു ട്രെൻഡ് ലൈനും വർക്കാവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലായതുകൊണ്ടാണ്. പിടിയിട്ടോ? അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, കണ്ടോ? ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വന്നു. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ചെയ്തതിന് ശേഷം മര്യാദയ്ക്ക് അത്ര മൂവ്മെൻ്റ് ഒന്നും വന്നില്ല, താഴേക്ക് വന്നു. എന്താ കാരണം? ഈ ഒരു ഏരിയയുടെ അത്രയ്ക്കും പവർഫുൾ അല്ല, അത്രയും നല്ലൊരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, നിങ്ങൾക്ക് സക്സസ് ആവില്ല. അപ്പോൾ ഈ സാധാരണ ആൾക്കാർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വരയ്ക്കാൻ കഷ്ടപ്പെടില്ല, വെറുതെ ഇത് മാത്രം വരച്ച് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടില്ല. കൂടുതൽ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ല ഏരിയയിലാവണം. അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയും, അമ്മയാവുന്ന വലിയ ട്രെൻഡ് കണ്ടുപിടിച്ച് അമ്മയുടെ കൂടെയുള്ള ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ ആ ചെറിയ ട്രെൻഡിൻ്റെ മുന്നിൽ പണം നിക്ഷേപിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ. ഓക്കെ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിവിടെ മാത്രമല്ല, അപ്പോൾ ഇതിന് മുന്നുള്ള സ്ഥലത്തൊന്ന് കാണിച്ചു തരാൻ. കാരണം ഇവിടെ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞതല്ലേ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് മുന്നത്തൊന്ന് വെറുതെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൾറെഡി സംഭവിച്ചതാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടിയത്. എന്നിരുന്നാൽ പോലും ഈ ഒരു മഞ്ഞ കളറുള്ള ഈ ഏരിയയിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കിട്ടി, നല്ലൊരു ഏരിയയിലാണ്. ഈ ഏരിയയിൽ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയതിന് ശേഷം നമ്മുടെ വെയിറ്റ് ചെയ്ത് നിന്നു ബ്രേക്ക് ഔട്ട് വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ഇവിടെ എന്താണ്, പുറത്തേക്ക് ഈ ട്രെൻഡ് ലൈൻ പുറത്തേക്ക് വന്നില്ല, നമുക്ക് ട്രേഡ് കിട്ടിയില്ല അല്ലേ? ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ കിട്ടിയില്ല. അതിനുശേഷം തന്നെ സ്റ്റോക്ക് താഴേക്ക് വന്നു. ഇവിടുന്ന് വന്നതിന് ശേഷം സ്റ്റോക്ക് ഇങ്ങനെ താഴേക്ക് വന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ഇവിടെ ട്രേഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾ പറയും, ഈ ഒരു വരയുടെ താഴെയല്ലേ, ചിലപ്പോൾ ഇത് താഴേക്ക് വീണ്ടും പോകാൻ സാധ്യതയില്ലെന്ന് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുത്തിട്ട് ചെറിയൊരു ലോസ് വരാണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ മൂവ്മെൻറ്റ് വന്നില്ലെങ്കിൽ, കാരണം നിങ്ങൾക്കറിയാം ഈ ഏരിയയാണ്, ഈ ഒരു വരേനേക്കാളും കൂടുതൽ അതിൻ്റെ ഒരു ഏരിയയാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്, അത് മനസ്സിലാക്കേണ്ടത്. ഒരു വര കൃത്യമാവണമെന്നില്ല. അതല്ലേ പോട്ടെ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല, വീണ്ടും അത് മേലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്ന് താഴേക്ക് വന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. കണ്ടില്ല, അടുത്തൊരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങളുടെ ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കൃത്യമായില്ലെങ്കിൽ പോലും, അതായത് നല്ലൊരു വൃത്തിയുള്ള ട്രെൻഡ് ലൈൻ കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഏരിയയുടെ പവർ കൊണ്ട് അത് വർക്കാവും. അതാണ് അതിൻ്റെ ഒരു മാജിക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കണമെങ്കിൽ അത്യാവശ്യം ഇത് താഴേക്ക് പോകുമല്ലോ, ഇത് ഇത്രയും ലോസ് വരുമല്ലോ, അപ്പോൾ ഇത്ര നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും, അതേപോലെ തന്നെ ഇവിടെ ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴേക്ക് പോകുമെന്നൊക്കെ പറയും. ആ സമയത്താണ് നമ്മളുടെ ഷാർപ്പ് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള പരൽമീൻ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പരൽമീൻ ടെക്നിക്ക് എന്താണെന്നുള്ളത് ഞാൻ ഭാവിയിലുള്ള വീഡിയോയിൽ പറഞ്ഞുതരാം. കാരണം ആദ്യം ഈ കൺസെപ്റ്റുകൾ പറഞ്ഞതിന് ശേഷമേ അത് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. ഓക്കെ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അതായത് ബോറടിച്ചു തുടങ്ങിയ, ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് കുറച്ചൊക്കെ ചിലപ്പോൾ ബോറടിക്കും. കാരണം ഇത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ശരിക്കും പൈസ ഉണ്ടാക്കാനും പ്രോപ്പർ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് പോകാം. വീണ്ടും ഒരു എക്സാമ്പിൾ 4 എടുത്തു ഞാൻ. ഇതേപോലെ തന്നെ ഒരു പോയിന്റ് കിട്ടി, അടുത്തൊരു പോയിന്റ് കിട്ടി, ഇത് പിന്നൊരു പോയിന്റും കൂടി കിട്ടി. ഇത് ഒക്കെ കൂട്ടി വരച്ചിട്ട് നമുക്കൊരു ലൈൻ കിട്ടി. ആ ലൈൻ എന്ത് ചെയ്തു, ഞാൻ നീട്ടി വരച്ചപ്പോൾ എന്താണ്, എനിക്ക് ഈ ഏരിയയിൽ എനിക്കൊരു പോയിന്റ് കിട്ടി, ഇവിടെ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു ഫ്യൂച്ചറിലുള്ള ലൈനാണ് ടച്ച് ആയത്. അപ്പോൾ ഞാൻ ആ സെയിം സംഭവം തന്നെ എന്ത് ചെയ്തു വീക്ക്ലി ചാർട്ടിൽ, അതായത് ഡെയിലി ചാർട്ടിൽ കിട്ടും. അപ്പോൾ ഡെയിലി ചാർട്ടിൽ കിട്ടിയപ്പോൾ ഈ പോയിന്റ് ഇതിപ്പോൾ മനസ്സിലാക്കാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറയാം. ഇതൊരു മന്ത്ലി ചാർട്ടിൽ ഇട്ടപ്പോൾ ഈ ക്യാൻഡിലുകളുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെയാണ് ഈ ചാർട്ട് ഇത്രയും ചെറുതായത്. ആ ചാർട്ട് തന്നെ ഇത് ഓരോ മാസത്തെ ക്യാൻഡിലാണ്. ആ സമയത്ത് ഇതാണെങ്കിൽ ഇവിടെ തൊട്ടിട്ട് ഒരു മാസത്തെ ക്യാൻഡിലാകുമ്പോൾ ഇത്രയും ക്യാൻഡിലുകൾ വരും. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ ഇങ്ങനെ വലുതായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിന്റുകൾ കിട്ടി, ഇതാണ് നമ്മുടെ ഫ്യൂച്ചറിലെ പോയിന്റ്. അപ്പോൾ നമുക്കിവിടെ സൂമിൻ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്, ഇവിടെ ഒരു ട്രെൻഡ് കിട്ടി. കണ്ട, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചിലവരൊക്കെ അത് കണ്ടിട്ടുണ്ടോ, ട്രെൻഡ് ലൈന് കറക്റ്റ് ഒരു പോയിന്റ് വരുമ്പോൾ ചിലപ്പോൾ ബൈ ചെയ്യണ്ടാവും. പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മേലോട്ട് പോവും, പിന്നെ താഴേക്ക് വരും, എക്സിറ്റ് ചെയ്യും. എപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് തിരിച്ച് പോകുമെന്ന് അറിയില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറയണത്, അതായത് ചെറിയ ട്രെൻഡുകളിൽ നിന്ന് ട്രെൻഡുകളിലേക്കാണ് സ്റ്റോക്ക് മൂവ് ചെയ്യണത്. ആ ചെറിയ ട്രെൻഡ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു, ഇവിടെ മേലേക്ക് വന്നു, താഴേക്ക് വന്നു, ഇവിടെ ട്രെൻഡ് ബ്രേക്ക് ഔട്ടായി. നമുക്കിവിടെ എൻട്രി എടുത്തൂടെ, എൻട്രി എടുത്തതിന് എന്തായാലും പ്രോഫിറ്റായി. കണ്ടില്ലേ,
ആ സ്ഥാനത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രെൻഡ് ഇപ്പോൾ തെറ്റി, നിങ്ങൾ ട്രെൻഡ് ഇങ്ങനെ കാണിക്കാൻ നിൽക്കുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്തു, ചിലപ്പോൾ ചെറിയൊരു താഴേക്ക് വന്നു, ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്തു, അതല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അടുത്ത ട്രേഡിന് വീണ്ടും റീ എൻറ്റർ ചെയ്തു, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട്. അതായത് ഇതിന് മുന്നൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിന് ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്തു? താഴേക്കാണ് മൂവ് ചെയ്തത്. കൃത്യമായിട്ട് ഇതേപോലെ മൂവ് ചെയ്തില്ല. അതിനുള്ള കാരണം എന്തെന്നറിയോ? അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു ഏരിയയിലാണ് ഫോം ചെയ്തെങ്കിൽ സക്സസ് റേറ്റ് കൂടുതലായിരുന്നു. പക്ഷേ ഇത് കറക്റ്റ് പ്രോപ്പർ ഏരിയയിലല്ല ട്രെൻഡ് ലൈൻ ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സക്സസ് വളരെ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുഡ് ടെൻസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സ്റ്റോക്ക് ഇങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യണത്, ആകെ ഈ ട്രെൻഡ് ലൈനും ഈ നീളത്തിൽ മാത്രമാണോ മൂവ് ചെയ്യണത്, വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ മൂവ് ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. യെസ്, പല രീതിയിൽ മൂവ് ചെയ്യും. സ്റ്റോക്ക് താഴേക്ക് പോവും, പല പല കലകുല പോലെ മൂവ് ചെയ്യും, ഇങ്ങനെ പോവും മൂവ് ചെയ്യും, ഇങ്ങനെ പോവും ഇങ്ങനെ മൂവ് ചെയ്യും, പല രീതിയിൽ മൂവ് ചെയ്യും. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ പറയാം, പല പല രീതിയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങളുടെ ഹോംവർക്ക് എന്താണ്? ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഹോംവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി ചാർട്ട്, അതായത് ഈ കൺസെപ്റ്റ് വീഡിയോ 3ലാണ്, ആ വീഡിയോ 3ൽ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനത്തെ ഒരു മന്ത്ലി ചാർട്ടുകൾ സ്റ്റോക്കുകളിൽ എടുത്തിട്ട് ഇതേപോലെ പോയിന്റുകൾ എടുത്തിട്ട് നീട്ടി വരച്ചിട്ട് അടുത്ത പോയിന്റിൽ നമ്മൾ ഡേ ക്യാൻഡിൽ ഇട്ടിട്ട് സൂം ചെയ്തിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിന് ഹോംവർക്ക് ചെയ്യുക. അപ്പം അങ്ങനെ കുറച്ച് നേരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻ്റൊക്കെ ചെയ്യുക. അത് വളരെ ഒരു സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.